ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടന പരിപാടിയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് വയനാട്ടിലെ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം കാണാനായി വയനാട്ടിൽ എത്തിയിരിക്കുന്നത്, കൽപ്പറ്റയിൽ എത്തിയിരിക്കുന്നത്. കൽപ്പറ്റ നഗരത്തിന് നടുവിലാണ് ഈ തരത്തിൽ ഒരു വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എൽസൺ എസ്റ്റേറ്റിന്റെ ഭാഗമായി ഉള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത സ്ഥലത്ത് വലിയ തരത്തിൽ നടന്നു പോകാൻ, കൽപ്പറ്റ നഗരത്തിലേക്ക് നടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ദൂരത്തിലാണ് ഈ തരത്തിൽ വലിയ സജ്ജീകരണങ്ങൾ ഈ ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 700-ലധികം കോടി രൂപ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സർക്കാരിലേക്ക് ഒഴുകിയെത്തത് സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ ഈ പുനരധിവാസം പൂർത്തീകരിക്കും എന്ന വിശ്വാസത്തിൻ്റെ പേരിലാണ്. അത് ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ്. ആ ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനത്തിനായി കൃത്യസമയത്ത് അവിടെ എത്തി. മുഖ്യമന്ത്രി ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് അല്പസമയത്തിനകം കടക്കും. നമ്മൾ ഈ പറഞ്ഞതുപോലെ 178 വീടുകളും ഒരേ തരത്തിലാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു 4 മാസം മുൻപ് തന്നെ ആദ്യഘട്ടത്തിലുള്ള ഒരു വീട് പൂർത്തീകരിച്ചതിന് ശേഷം ആളുകളെ നേരിട്ട് കാണിച്ച് അവരുടെ തൃപ്തി അറിഞ്ഞതിന് ശേഷമാണ് സമാനമായ രീതിയിൽ എല്ലാ വീടുകളുടെയും പൂർത്തീകരണം നടത്തിയത്. ഇപ്പോൾ നിലവിൽ 178 വീടുകൾ, ആകെ 410 വീടുകളാണ് ഈ വയനാട് ടൗൺഷിപ്പിന്റെ ഭാഗമായി നിർമ്മിക്കുക. എന്തായാലും ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ച എല്ലാ വീട്ടിലും എല്ലാ സൗകര്യങ്ങളും ഒരേപോലെ തന്നെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ആദ്യഘട്ട നിർമ്മിതി. ഒരു വീടും ഇല്ലാതിരുന്ന വീടുകൾ പൂർണ്ണമായി നഷ്ടമായ ജനങ്ങൾ അതിനുള്ളിലുണ്ട്. ആ തരത്തിലാണ് ഫേസ് 1ന്റെ ഭാഗമായി 178 വീടുകൾ ഇപ്പോൾ കൈമാറ്റം ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു തരത്തിലും ആളുകൾക്ക് ഒരു ഇട നൽകാത്ത തരത്തിലുള്ള അത്രയും വലിയ ജനപ്രവാഹമാണ് വയനാട്ടിലെ ഉദ്ഘാടന പരിപാടിക്കായി എത്തിയിരിക്കുന്നത്. നമുക്ക് വലിയ തരത്തിൽ കേരളത്തിൻ്റെ ആകെ സ്നേഹമാണ്. വയനാട്ടിലുള്ള ആളുകൾ അനുഭവിച്ചതിന് പോലെ ഒരു ദുരന്തം കേരളം ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം 400-ലധികം മനുഷ്യർ ഒരു ദിവസം ഒരു ദുരന്തത്തിൽ ഒലിച്ചുപോയ ദുരന്തം നമ്മൾ കണ്ടതാണ്. ആ തരത്തിൽ നമുക്ക് സമാനതകളില്ലാത്ത ദുരന്തം. കാരണം പലരുടെയും മൃതദേഹം പോലും നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. വലിയ തരത്തിൽ ആ ആളുകളുടെ കണക്കുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. നഷ്ടപ്പെട്ടത് ആരാണ്, എവിടെയാണ് എന്ന് പോലും അറിയാതെ ഭൂമിക്കുള്ളിലേക്ക് ഒലിച്ചുപോയ, പുഴയിലേക്ക് ഒലിച്ചുപോയ ആളുകൾ. ആ തരത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു നാടാണ് വയനാട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർ, അവിടെ നിന്ന് നഷ്ടപ്പെട്ടത് അവരുടെ കുഞ്ഞുങ്ങളെ അടക്കം, അത് സ്കൂളുകൾ നഷ്ടപ്പെട്ട സമയത്ത് അതിൻ്റെ ഭാഗമായുള്ള കുട്ടികൾ, ആ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ കുഞ്ഞുങ്ങൾ മാത്രം നഷ്ടപ്പെട്ട ആളുകൾ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ, അങ്ങനെ ഒരുപാട് ദുരന്തം നമ്മൾ അവിടെ കണ്ടു. ആ ദുരന്തമൊക്കെ ഏറ്റുവാങ്ങിയ ജനതയാണ്. അതിൽ നിന്ന് ഒരു പുനരധിവാസം ഉണ്ടാകുമോ എന്ന് സംശയിച്ചു നിന്ന ഒരു കാലം നമുക്ക് മുന്നിലുണ്ട്. ഏത് രീതിയിൽ ഈ നാട് തിരിച്ചു വരും എന്ന് നമ്മൾ സംശയിച്ചു നിന്ന കാലമുണ്ട്. അതിനിടയിൽ നിന്നാണ് ഇത്തരത്തിൽ ആ നാടിനെ മുഴുവൻ വീണ്ടെടുക്കാൻ വേണ്ടി സർക്കാർ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. വയനാടിൻ്റെ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ, സ്വാഭാവികമായി നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് വീണ്ടും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കും എന്ന് സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു. അന്ന് തീരുമാനിച്ചതാണ് ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ടായിരിക്കും ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക. സ്വാഭാവികമായി നമുക്കൊക്കെ അന്ന് സംശയമുണ്ടായിരുന്നു, ഏത് രീതിയിലാണ് ഒരു ടൗൺഷിപ്പ് ഉണ്ടാവുക. എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു മനുഷ്യന് സാധാരണഗതിയിൽ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന തരത്തിൽ ഒരു ടൗൺഷിപ്പ് എങ്ങനെ യാഥാർത്ഥ്യമാകും എന്ന സംശയം നമുക്ക് അന്നുണ്ടായിരുന്നു. പക്ഷേ